ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് രാവിലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇന്നത്തെ ഒരു ദിവസം കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊന്ന് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ അത് ഇതാണ് എന്താ പറയുക, റൈസ് ഓയിലാണ് കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസിനൊക്കെ ഭയങ്കര വില ആയതുകൊണ്ട് ഗ്യാസ് കിട്ടാനുമില്ല. അപ്പോൾ വിറകടുപ്പിലാണ് വെക്കുന്നത്. എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. ഇനി കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ടെടുത്തു. കറിവേപ്പില കരിയുന്നതിൻ്റെ മുന്നേ നമുക്ക് അരിഞ്ഞ് വെച്ചൊന്ന് ക്യാരറ്റും ബീൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കാതെ കേട്ടോ, വേവിക്കണ എണ്ണയിൽ വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ടേ ഇടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ചോറ് അപ്പുറത്തെ അടുപ്പിൽ വെന്തിട്ടുണ്ട്. അതൊന്ന് ഊറ്റിയെടുക്കാം നമുക്ക്. നമ്മൾ ഉപ്പേരിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചമുളകും തേങ്ങയും ചതച്ചിട്ടല്ല ഇടണത്. ചട്ടിയിലേക്ക് ലേശം എണ്ണ ഒഴിച്ചിട്ട് അതിൽ തേങ്ങയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് വേവിച്ച് ഉപ്പേരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായി വരണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഉപ്പേരി കേടൊന്നു പോകാൻ സാധ്യത കൂടുതലാട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. വേവിച്ച് വെച്ച ഉപ്പേരിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ ഉപ്പേരിൻ്റെ പണി കഴിഞ്ഞിട്ടോ. ഉപ്പേരി റെഡി ആയിട്ടോ. അപ്പോൾ ചോറും ഉപ്പേരി റെഡി ആയി. നമുക്ക് അതിൽ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്തിച്ചതിലേക്ക് മാങ്ങ മുറിച്ചിട്ടുണ്ട് കേട്ടോ. മാങ്ങയും മുരിങ്ങക്കായാണ് ഇന്ന് കറി. അപ്പോൾ അതിലേക്കും ലേശം മുളക് പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇതേപോലെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ, ഇടണില്ല. അപ്പോൾ നമ്മളെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കഴുകി വെച്ച മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. തക്കാളി ഇടുന്നില്ല കേട്ടോ, മാങ്ങ ഉണ്ടായതുകൊണ്ട് മാങ്ങൻ്റെ പുളി തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ സമയം ഒന്നും കൂടി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കറിയൊക്കെ ആയിട്ടുണ്ട്. മുരിങ്ങക്കായ മാങ്ങയൊക്കെ നന്നായി വെന്ത് വന്നപ്പോൾ ഞാൻ തേങ്ങയും ചെറിയുള്ളിയും അരച്ച് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചെടുത്ത് ഇനി കറിയൊന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ലേശം തീ അധികമായി പോയിട്ട് അതിലേക്ക് കടുകും കറിവേപ്പിലയും ചുവന്ന മുളകും ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. താളിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തോളൂ കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.